ബീഹാറിൽ ബിജെപിയുടെ ആദ്യ മുഖ്യമന്ത്രിയായി സമ്രാട്ട് ചൌധരി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. പട്നയിലെ ലോക് ഭവനിൽ രാവിലെ 11 മണിക്ക് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കും. ഗവർണർ ലഫ്റ്റനന്റ് ജനറൽ സയ്യിദ് അദാ ഹസ്നൈൻ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. വിവരങ്ങളുമായി അർജുൻ പീതാംബരനാണ് ഡൽഹിയിൽ നിന്ന് ചേരുന്നത്. അർജുൻ, അങ്ങനെ ബീഹാറിനെ നയിക്കാൻ പുതിയൊരാൾ വരികയാണ്. അങ്ങനെ നിതീഷ് കുമാർ പടിയിറങ്ങുമ്പോൾ അത് തീർച്ചയായും ബീഹാറിലെ ജനതയെ സംബന്ധിച്ച് അത് വലിയൊരു വിഷമം കൂടിയായിരിക്കും. എന്തായാലും എങ്ങനെയാണ് ഈ സത്യപ്രതിജ്ഞയുടെ കൂടുതൽ വിവരങ്ങൾ? കേന്ദ്ര നേതാക്കൾ ഉൾപ്പെടെ എത്തുന്നുണ്ടോ? കൃഷ്ണ പ്രവിത, ആദ്യമായാണ് ബീഹാറിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു BJP മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറാൻ പോകുന്നത്. അതും നിതീഷിന്റെ യുഗം അവസാനിക്കുമ്പോഴാണ് അവിടെ സമ്രാട്ട് ചൌധരി പകരക്കാരനായി എത്തുന്നത് എന്നുള്ളൊരു സവിശേഷത കൂടിയുണ്ട്. ഇന്ന് രാവിലെ 11 മണിക്കാണ് ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കാൻ പോകുന്നത്. പ്രധാനമന്ത്രി എത്തുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം കർണാടകയിലേക്ക് പോകുന്നത് കൊണ്ട് അമിത്ഷാ ഉൾപ്പെടെയുള്ള മറ്റ് കേന്ദ്ര നേതാക്കളായിരിക്കും ഒരു പക്ഷേ ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കുക എന്നുള്ള വിവരം ലഭിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് നിതിൻ നബിൻ ഉൾപ്പെടെയുള്ള, അതായത് BJPയുടെ ദേശീയ അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇതിനോടകം തന്നെ ബീഹാറിൽ എത്തിയിട്ടുണ്ട്. അവർ ബീഹാറിൽ തന്നെ തുടരുകയാണ്. അവരെല്ലാവരും തന്നെ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്യും. സമ്രാട്ട് ചൌധരിക്ക് അപ്പുറത്തേക്ക് മറ്റേതൊക്കെ പുതുമുഖങ്ങൾ ഈ മന്ത്രിസഭയിൽ ഉണ്ടാകും. പ്രത്യേകിച്ചും ഇന്ന് മറ്റേതൊക്കെ മന്ത്രിമാർ കൂടി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേൽക്കും എന്നൊരു ആകാംക്ഷ കൂടി നിലനിൽക്കുന്നുണ്ട്. കാരണം നേരത്തെ തന്നെ NDA ക്യാമ്പുകൾ സൂചിപ്പിച്ച കാര്യമുണ്ട്. ഒരു മന്ത്രിസഭാ വികസനം കൂടി അവിടെ ഒരു പുനഃസംഘടന എന്നുള്ള തരത്തിലല്ല, പക്ഷേ 2 3 കൂടുതൽ മന്ത്രിമാരെ കൂടി ഉൾപ്പെടുത്തിയേക്കും എന്നുള്ളൊരു ഒരു വിവരം NDA ക്യാമ്പുകൾ നൽകിയിരുന്നു. അങ്ങനെയാണെങ്കിൽ തന്നെ നിശാന്ത് കുമാർ, അതായത് നിതീഷ് കുമാറിന്റെ മകൻ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരും എന്നുള്ളൊരു സൂചന കൂടി ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. കാരണം നേരത്തെ തന്നെ നിതീഷ് കുമാർ പടിയിറങ്ങുന്ന സമയത്ത് അതേ ഒരു സമയത്ത് തന്നെയായിരുന്നു നിശാന്തിന്റെ രാഷ്ട്രീയ പ്രവേശനം എന്ന് പറയുന്നു. അപ്പം സമ്രാട്ട് ചൌധരി മുഖ്യമന്ത്രിയായി വരുന്ന സമയത്ത് 2 JDU ഉപമുഖ്യമന്ത്രിമാർ കൂടി ബീഹാറിലെ ക്യാബിനറ്റിൽ ഉണ്ടാകും എന്നുള്ള വിവരം കൂടി NDA ക്യാമ്പുകൾ നൽകിയിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്നൊരു പക്ഷേ നിശാന്ത് കുമാർ കൂടി JDUവിന്റെ ഭാഗത്തു നിന്നും ഉപമുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും എന്നുള്ള സൂചന കൂടി ലഭിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് മറ്റേതൊക്കെ മന്ത്രിമാർ കൂടി ഇന്നുണ്ടാകും എന്നുള്ള കാര്യത്തിൽ കൂടിയാണ് ആകാംക്ഷയുള്ളത്. എന്തായാലും രാവിലെ 11 മണിക്ക് തന്നെ ബീഹാറിൽ ചരിത്ര പ്രാധാന്യമുള്ള സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കും. കാരണം കഴിഞ്ഞ 20 വർഷമായി അവിടെ നിതീഷ് കുമാർ ആയിരുന്നു മുഖ്യമന്ത്രി. നിതീഷിന്റെ യുഗം അവസാനിക്കുമ്പോഴാണ് ചരിത്രത്തിൽ തന്നെ ആദ്യമായി ഒരു BJP മുഖ്യമന്ത്രിക്ക് ബീഹാറിൽ വഴിയൊരുങ്ങുന്നത്. എന്തായാലും ഈ പുതിയ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ പാത പിന്തുടർന്ന് ബീഹാറിന്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കും എന്നുള്ളൊരു പ്രതികരണമാണ് നടത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ പുതിയ സർക്കാരിന് വേണ്ട എല്ലാ പിന്തുണയും നൽകുമെന്നുള്ള കാര്യം ഇന്നലെ തന്നെ നിതീഷും വ്യക്തമാക്കിയിരുന്നതിൽ നിതീഷിന്റെ തട്ടകമാറ്റം അത് ഡൽഹിയിലേക്കാണ്. ആ സമയത്താണ് അവിടെ ബീഹാറിൽ BJP മുഖ്യമന്ത്രിയായി BJPയുടെ നേതൃത്വത്തിൽ ഒരു പുതിയ സർക്കാർ ബീഹാറിൽ വരുന്നത്. കൃഷ്ണ പ്രവിത. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.